ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന കാര്യം നമ്മളെല്ലാവരും അറിയും. പക്ഷേ ഫോട്ടോസിന്തസിസ് അല്ലാതെ പ്ലാന്റിൽ ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ട്. അതിൻ്റെ പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ. എന്താ ഫോട്ടോ റെസ്പിറേഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് റുബിസ്കോ എന്ന് പറയുന്ന ഒരു എൻസൈം കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. പക്ഷേ നല്ല ഹോട്ട് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ദിവസങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ അളവ് ഓക്സിജൻ ആണ് അവൈലബിൾ എങ്കിൽ റുബിസ്കോ കാലുമാറും. റുബിസ്കോ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഈ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യും. കാരണം റുബിസ്കോന് കൂടുതൽ എഫിനിറ്റി ആരോടാ? ഓക്സിജനോടാ. അപ്പം അങ്ങനെ ബൈൻഡ് ചെയ്താൽ എന്താ പ്രശ്നം? ഗ്ലൂക്കോസ് ഉണ്ടാവില്ല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യപ്പെടുകയില്ല. പകരം ചുമ്മാ കാർബൺ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്തുകൊണ്ട് വേസ്റ്റ്ഫുൾ ആണെന്ന് പറയുന്നത്? മെയിൻ ആയിട്ടുള്ള റീസൺ, ഒന്നാമത്തത് ഗ്ലൂക്കോസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ATP ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് ഇല്ല എനർജി എന്ത് ചെയ്യാണ്? വേസ്റ്റ് ചെയ്ത് പോവാണ്. മൂന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സ് ഫിക്സ് ചെയ്യപ്പെടുന്നതിന് പകരം ചുമ്മാ റിലീസ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതാണ് ഫോട്ടോ റെസ്പിറേഷൻ. നമ്മുടെ C4 പ്ലാന്റ്സ് ഇല്ലേ, ലൈക്ക് മെയ്സ്, ഷുഗർ കെയിൻ, ഈ C4 പ്ലാന്റ്സിൽ ഈ പറഞ്ഞ ഫോട്ടോ റെസ്പിറേഷൻ ഒഴിവാക്കാൻ വേണ്ടി അവർ വേറൊരു എൻസൈമാണ് യൂസ് ചെയ്യുന്നത് റുബിസ്കോയ്ക്ക് പകരം. സോ ആ എൻസൈം ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ.